എല്ലാ മതവും വിശ്വസിക്കുന്നത് അവരവരുടെ മതത്തിലൂടെ രക്ഷ പ്രാപിക്കാമെന്നാണ് എല്ലാ മതത്തിൻ്റെയും വിശ്വാസം. ക്രിസ്തീയ മതത്തിൻ്റെയും വിശ്വാസം അതാണ്. എന്നാൽ നമ്മുടെ പെന്തക്കോസ്തുകാർ ദി യുണൈറ്റഡ് പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ മീറ്റിംഗ് നമ്മൾ തനി പെന്തക്കോസ്തുകാരെന്ന് വിളിക്കപ്പെടാൻ നാണമില്ലാത്ത ഒരു കൂട്ടരാണ്. അതെ. അപ്പോൾ നമ്മുടെ വിശ്വാസം ബാക്കിയുള്ള ആളുകളുടെ വിശ്വാസത്തിൽ കുറച്ച് വ്യത്യാസമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനിക്കും ക്രിസ്തീയ മതം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് വിശ്വാസം. എന്ന് ഞാൻ പറഞ്ഞാൽ, അല്പം കൂടെ തെളിച്ച് ഞാൻ പറഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ ബഹുഭൂരിപക്ഷം വരുന്നവരുടെയും വിശ്വാസം അനുസരിച്ച് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം. നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഭാഗമാണത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്, പ്രമാണമാണ് നിക്കിയ വിശ്വാസ പ്രമാണം. ഒരു പക്ഷേ നിങ്ങൾ പലരും പട്ടത്തോ സഭകളിൽ നിന്ന് വന്നവരാണെങ്കിൽ നിങ്ങൾ ചൊല്ലിയിട്ടുള്ള വിശ്വാസ പ്രമാണമാവും അത്. അപ്പം അതിനകത്ത് പറയുന്നത്, ഒന്നുകൂടെ എടുത്തു പറയുന്നു, പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം. മാമോദീസ ഏറ്റാൽ പാപമോചനം കിട്ടിയെന്നും പിന്നെ മതത്തിൻ്റെ ആചാരമനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെട്ടോളും എന്നുമാണ് ക്രിസ്തീയ വിശ്വാസം. ഒന്നുകൂടെ പറഞ്ഞാൽ, ജീവിതം അത്ര ഗൗരവമായിട്ടോട് ഊന്നി പറയുന്നില്ല. മരിച്ചു കഴിയുമ്പോൾ സഭ രംഗത്ത് വരും. സഭയുടെ കർമാചാരങ്ങൾ വഴി കുഴപ്പത്തിൽ പോയാലും ശരി, അവിടുന്ന് രക്ഷപ്പെടുത്തി 10-40 ദിവസത്തെ കർമ്മം കഴിയുമ്പോൾ സ്വസ്ഥമാക്കിത്തരും എന്ന വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിലെ വ്യാപകമായ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും അവിടെ വലിയ പ്രധാനമല്ല. മതത്തിൻ്റെ ചടങ്ങാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയും നമ്മളങ്ങനെയല്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്, മാനസാന്തരം ഇതിന് അത്യാവശ്യമാണെന്ന് തറപ്പിച്ച് പറയുന്ന കൂട്ടരാണ് നമ്മൾ. സ്നാനം ഇതിന് അത്യാവശ്യമാണ് എന്ന് തീർത്ത് പറയുന്നവരാണ് നമ്മൾ. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാത്ത ആരെയും പെന്തിക്കോസ്ത് സഭകളാരും സഭാംഗങ്ങളായി കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നിൽക്കുന്ന സമൂഹം തറപ്പിച്ച് പറയുന്നു, സ്നാനപ്പെട്ടവരെ മാത്രമേ സഭാംഗങ്ങളായിട്ട് കരുതുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മസ്നാനം. പെന്തക്കോസ്തുകാരുടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് പരിശുദ്ധാത്മസ്നാനം. അപ്പം അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത, എബ്രായ ലേഖനത്തിൻ്റെ ഭാഷയിൽ ഇത് ആദിപാഠങ്ങളാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആദിപാഠങ്ങൾ വിട്ട് വിശ്വാസത്തിൻ്റെ ആഴമായ കാര്യങ്ങളിലേക്ക് പോകണം എന്നാണ് എബ്രായ ലേഖനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. അപ്പം ഇതൊന്നും പ്രധാനമല്ലെന്നല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതെല്ലാം ഫൗണ്ടേഷനാണ്, അടിസ്ഥാനമാണ്. അടിസ്ഥാനമില്ലാതെ മേപ്പോട്ട് പണിയാൻ പറ്റില്ല. അതുകൊണ്ട് അടിസ്ഥാനമാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ വാക്കൊന്നുകൂടെ എടുക്കുന്നു. കുഞ്ഞാടിൻ്റെ കാന്ത എന്നല്ലേ നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെയല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു നിത്യനായ മണവാളനാണെന്നും ആ മണവാളന് സ്വന്തമായിട്ട് ഒരു കൂട്ടരായിട്ട് നമ്മൾ തീർന്നു എന്നും അതിലൂടെ വചനം വിശദീകരിക്കുകയാണ്. പക്ഷേ അതിന് വലിയ ആഴവും അർത്ഥവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളറിയുന്ന കോമൺ പ്രയോഗമാണിത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ.